രണ്ട് അന്ധന്മാരായ മനുഷ്യന്മാർ അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വല്ലാതെ പുലമ്പുന്നു. ആനയെക്കുറിച്ചാണ് അവരുടെ ചർച്ച. രണ്ടുപേരും രണ്ട് വിധത്തിൽ വാദിക്കുകയാണ്. രണ്ടുപേർക്കും സംഭവിച്ചത് ഒരു കാര്യമേ ഉള്ളൂ. ഓരോരുത്തരും തൊട്ടു നോക്കിയ ശരീരഭാഗങ്ങൾ, ആനയുടെ ശരീരഭാഗങ്ങൾ കണ്ട് അങ്ങനെയാണ് ആന ഇരിക്കുന്നത് പറഞ്ഞു. ഒരാൾ പറഞ്ഞു മുറം പോലെയാണ്, മറ്റൊരാൾ പറഞ്ഞു നീളമുള്ള കുഴല് പോലെയാണ്, മറ്റൊരാൾ പറഞ്ഞു വലിയ തടി പോലെയാണ് ആന ഇരിക്കുന്നത്. നമ്മുടെ കാഴ്ചകളും ദർശനങ്ങളും എങ്ങനെയാണ്? ദൈവഭാവം നമ്മിൽ വിളങ്ങണമെങ്കിൽ നാം ദൈവിക ദർശനങ്ങളെ പ്രാപിച്ചുകൊണ്ട് നോക്കണം. വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. മാരാമൺ കൺവെൻഷൻ എന്നും വചനാധിഷ്ഠിതമായ ജീവിതചര്യകളെ ഹൃദയത്തോട് ചാലിച്ചു വെക്കുവാൻ വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 7ാം ദിനത്തിലെ കാഴ്ചകളിൽ നാം ഒരുമിച്ച് ചേരുകയാണ്. വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ, ക്രിസ്തുഭാവം തിരിച്ചറിയുവാൻ ഇന്നേ ദിനം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വാഗതം. ാമത് മാരാമൺ കൺവെൻഷൻ്റെ 7ാം ദിനത്തിലെ ഇന്നത്തെ പ്രഭാത സമയം ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം വേർതിരിക്കുകയുണ്ടായി. റൈറ്റ് റവറൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിച്ച യോഗത്തിൽ റവറൻ A.T. സക്കറിയ അച്ഛൻ മുഖ്യ സന്ദേശം നൽകി ബൈബിൾ ക്ലാസ്സിനെ ധന്യമാക്കി. വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. നമുക്കൊരു വ്യത്യാസം ഉണ്ടാക്കാം. വി ക്യാൻ ബി ഇൻ ദ വൺ ഗാഡ്. നമുക്ക് ഈ മാറ്റത്തിൻ്റെ വൺ ഗാഡിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യും. ആൻഡ് വി ക്യാൻ ബി ദ ക്രിയേറ്റീവ് മൈനോറിറ്റി. ഈ സൃഷ്ടാത്മക ന്യൂനപക്ഷമായി, സർഗാത്മക ന്യൂനപക്ഷമായി, ദൈവത്തെ അറിയുന്നവരുടെ സമൂഹമായി, വചനത്തിൻ്റെ പ്രഭയിൽ അഭിരമിക്കുന്നവരായി, ഈ ആത്മീയ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നവരായി നമ്മുടെ യാത്രകൾ തുടരുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. കാട്ടത്തിപ്പഴം പെറുക്കിയവനെ വിളിച്ചവൻ, വിക്കനായവനെ വിളിച്ചവൻ, ആടിനെ മേയിച്ചവനെ വിളിച്ചവൻ, തങ്ങളുടെ യോഗ്യതകൾക്കപ്പുറമായി ഹൃദയത്തെയും ഹൃദയവിചാരങ്ങളെയും മനസ്സിൻ്റെ ഭാവത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വിളിയിലെ പൊരുൾ തേടി അലയുന്ന മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. അതാണ് ദൈവിക വാഗ്ദാനങ്ങളുടെ ഉറവിടം. നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയവയലുകളെ നാം വിശുദ്ധമായി കാണുന്നുണ്ടോ? 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ ഇന്നത്തെ രാവിലത്തെ പ്രഭാത യോഗത്തിൽ DSMCയുടെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിച്ചു. ഓരോ ഗാനങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് വളരെ ഇമ്പവും ഈണോകരവുമായാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ചാലിച്ചു വെക്കുമ്പോഴാണ് അത് മധുരതരമായി തീരുന്നത്. ഈ വർഷവും അങ്ങനെ അനേകം ഗാനങ്ങൾ ദൈവം നൽകി. ആ ഗാനങ്ങൾ മഹായോഗം ഏറ്റുപാടി. ഇന്ന് പ്രഭാത യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് റൈറ്റ് റവറൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ടായിരുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത പദം അലങ്കരിച്ചത് സഫ്രഗൻ മെത്രാപ്പോലിത്ത കൂടിയായിരിക്കുന്ന റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർ ബെർണവാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയായിരുന്നു. ഈ ചെറിയവരുടെയും ഈ നിലവിളിക്കുന്നവരുടെയും നിലവിളി കേട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്നതും അവരെ മാർവോട് ചേർത്തണയ്ക്കുന്നതുമാണ് പിതാവിൻ്റെ ഇഷ്ടം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന ചോദ്യത്തിന് ഒരു ശിശുവിനെ ശിഷ്യരുടെ നടുവിൽ നിർത്തിയവനാണ് നമ്മുടെ കർത്താവ്. തിരുസഭയുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ, കാരുണ്യ വഴികൾ എല്ലാം തന്നെ ഈ ചെറിയതിൻ്റെയും ചെറിയവരുടെയും ആളും അർത്ഥവും അവകാശവും ഇല്ലാത്തവരുടെയും അനുഭവ കഥകളാണ്. 130ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ 7ാം ദിനത്തിലെ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 4 മണി വരെയുള്ള യോഗം പ്രത്യേകമായി മിഷണറി മീറ്റിങ്ങുകൾക്ക് വേണ്ടിയാണ്. ഒരു സുവിശേഷ വിഹിത സഭ എന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം വചനത്തിലൂടെയൊക്കെ കേൾക്കുകയുണ്ടായി. സഭ എപ്പോഴും വേറിട്ട ഇടങ്ങളിലേക്ക് ചെല്ലുന്നു. ആരും ചെല്ലാത്ത ഇടങ്ങളിൽ വഞ്ചിയും വലയും ഉപേക്ഷിച്ച് നാഥനോടൊപ്പം ചേർന്ന ആ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവം പിടിച്ചു പറ്റിയത് ആരും അവരുടെ ഇടത്തേക്ക് ചെല്ലുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നാഥൻ പോയത് എപ്പോഴും ആരുമില്ലാത്ത ഇടങ്ങളിലേക്കാണ്. അതേപോലെ തന്നെയാണ് മലങ്കര മർത്തോമാ സുറിയാനി സഭയും. ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന ഈ മിഷണറി മീറ്റിങ്ങിൽ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് റവറൻ
വിക്ടർ അലോയോ ആയിരുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന് അധ്യക്ഷത പദം അലങ്കരിച്ചത് റൈറ്റ് റവറൻഡ് ഡോക്ടർ ഐസക് മാർ ഫിലിസിനോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടും ആയിരുന്നു. Have you sensed a void in a cherished friendship? നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു തരം ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? Felt the distance grow between you and your partner? നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു തരം അകൽച്ച വർദ്ധിച്ചു വരുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? Or noticed a disconnect in your role as a parent? രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും തമ്മിൽ ഒരു അകലം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Maybe your career has left you feeling unfulfilled. നിങ്ങളെ അസംതൃപ്തരും അപൂർണരുമാക്കിയത് നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ ജോലിയുമാണോ? When have you yearned for transformation? എന്നാണ് ആത്മാർത്ഥമായ ഒരു രൂപാന്തരീകരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്? Transformation in your life or a significant relationship? അത് നിങ്ങളുടെ ജീവിതത്തിലാവാം, അന്യോന്യമുള്ള ബന്ധങ്ങളിലാവാം. Such feelings often arise from a profound desire for wholeness and completeness. അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു വിചാരം ഉണ്ടാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള സമ്പൂർണതയ്ക്ക് വേണ്ടിയുള്ള അടക്കാനാവാത്ത അഭിലാഷം കൊണ്ടാണ്. 130ാമത് മാരാമൺ മഹായോഗത്തിലെ 7ാം ദിനത്തിലെ ഇന്നത്തെ വൈകുന്നേരത്തെ 4 മണി മുതൽ 5:30 വരെയുള്ള സമയം യുവവേദി മീറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കുകയുണ്ടായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലും വ്യത്യസ്തമായ ചിന്തകളിലൂടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ദൈവിക നന്മയും ദൈവിക ബോധ്യത്തെയും കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അത് പ്രകൃതിയും മനുഷ്യനും സാമൂഹിക പശ്ചാത്തലത്തിലുമൊക്കെയായിരുന്നു. പലായന സംസ്കാരത്തിൻ്റെ പുതിയ ഇടകളിലേക്ക് പോകുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ സഭ വെക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വവും ബോധ്യവും ചില പകർന്നു കൊടുക്കുന്ന നന്മകളുമാണ്. ഇന്നത്തെ സുപ്രധാനമായ യുവവേദി മീറ്റിങ്ങിൽ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ ജോർജ് പുളിക്കൻ മുഖ്യ അതിഥിയായി എത്തുകയും സംവദിക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് അധ്യക്ഷത പദം അലങ്കരിച്ചത് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടായിരുന്നു. പണ്ടൊരു വിശ്വാസി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചില്ലേ, ദൈവമേ ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്, വന്നിട്ട് കാണാം. ഇത് അവിടെയല്ല ഇരിക്കുന്നെന്നുള്ള ചില ബോധ്യങ്ങളുണ്ട്. അങ്ങനെ ബോധ്യങ്ങളുള്ള മനുഷ്യരുണ്ട്. അവിടെയല്ല ഇരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലാണ്, എൻ്റെ ഹൃദയത്തിലാണ് വാഴുന്നത്, ആ സ്വത്വമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറുന്നത് എന്നുള്ള അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിനാണ് വിശ്വാസം എന്ന് പറയുക. ആ വിശ്വാസം നമുക്കുണ്ടോ? ആ വിശ്വാസത്തിലേക്കാണോ യുവജനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത്? 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 7ാം ദിനത്തിലെ വൈകുന്നേരത്തെ യോഗവും DSMCയുടെ ഗാന ശുശ്രൂഷയോടുകൂടി ആരംഭിച്ചു. അനേകം മഹാരഥന്മാരായ പ്രസംഗകർ ഈ മണ്ണിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ജോൺസനെ പോലെ, സാധു സുന്ദർ സിംഗിനെ പോലെയൊക്കെ അനേകം അത്ഭുതങ്ങൾ നടന്ന മണ്ണാണിത്. ലഹരി വിരുദ്ധത്തിനെതിരായി സംസാരിച്ചപ്പോൾ ഈ വേദിയിൽ ഒപ്പമുണ്ടായിരുന്ന മഹാജനങ്ങൾ അവരുടെ കയ്യിലിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഈ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരു യോഗത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഇവിടെ ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവിക ഭാവം ഉണ്ടാകുവാനും ലഹരിക്കും മറ്റും അടിമപ്പെട്ടു പോകുന്നവരെ പോലും തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ആഹ്വാനം. അതൊരു ഒരു വിഭാഗം, ഒരു കാര്യം മാത്രമാണ്. എന്നാൽ എത്രയേറെ കാര്യങ്ങളാണ് ഈ മണ്ണിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വചനം ഒത്തിരിയേറെ കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനികളെല്ലാവരും. പക്ഷേ ഹൃദയത്തിൽ പാകമായി എടുക്കുന്ന വചനവും വചനത്തിൻ്റെ വിത്തുകളും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നടന്ന വൈകുന്നേരത്തെ മഹായോഗത്തിൽ റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകുകയും അധ്യക്ഷത പദം അലങ്കരിച്ചത് റൈറ്റ് റവറൻഡ് തോമസ് മാർ തീമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയും ആയിരുന്നു. തോമസിനെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി തൻ്റെ 2ാമത്തെ അപ്പിയറൻസിൽ യേശു തോമസിനോട് പറഞ്ഞു, വരിക, നീ ആവശ്യപ്പെട്ടതെല്ലാം കാണുക, നിൻ്റെ വിരൽ നീട്ടി കൈ കാണുക, കയ്യിലെ ആടിപ്പഴുത് കാണുക, കൈയിട്ട് എൻ്റെ വിലാപ്പുറത്ത് തൊടുക. പാശ്ചാത്യ നാടുകളിൽ ധാരാളം പടങ്ങളുണ്ട്. യേശുവിൻ്റെ മാർവിടത്തിൽ തോമസ് അപ്പോസ്തലൻ കൈയിടുന്ന പടം. എന്നാൽ സുറിയാനി സഭയിലും പൗരസ്ത്യരാരും അത് വിശ്വസിക്കുന്നുമില്ല, പകർത്താറുമില്ല. യേശു പറഞ്ഞു, വരിക, തൊടുക എന്ന് പറയുമ്പോൾ എന്നാൽ കാണട്ടെ എന്ന് പറയുകയല്ല. ആ ഒരു വാക്കിലൂടെ തോമസ് വരച്ചുപോയി. തോമസിൻ്റെ കൺഫെഷൻ അതിന് ശേഷമാണ് വരുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എനിക്ക് കർത്താവാണ്, നീ എനിക്ക് ദൈവമാണ്. ഇന്നലകൾ നമ്മെ കഴിഞ്ഞുപോയി, നാളെകൾ നമുക്കുണ്ടോ എന്നറിയില്ല. ഇന്നിനു വേണ്ടി, ഇന്നിൻ്റെ നന്മകൾക്ക് വേണ്ടി പുതിയ പ്രതീക്ഷകളും നന്മകളും പേരെയുള്ള യാത്രയാണ് മനുഷ്യജീവിതം. പുതിയ നന്മകളിലേക്കും പ്രതീക്ഷകളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം. മാരാമൺ കൺവെൻഷൻ നാളെയോടുകൂടി പര്യവസാനിക്കുകയാണ്. 130ാമത് മാരാമൺ കൺവെൻഷൻ. പുതിയ നാളുകളിലേക്ക് നാം ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ വർഷത്തെ മഹായോഗം നമ്മോട് സംബന്ധിച്ചത് എന്തെല്ലാമെന്ന് നമുക്ക് വീണ്ടും പുനർവിചിന്തനം ചെയ്യാം.
നാളത്തെ സമാപന ദിനത്തിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായി. ഇന്നത്തെ ദിവസം ഇതിൻ്റെ നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം ചെയ്യട്ടെ. നന്ദി.